ചവക്കാട് പുന്നയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയടഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. കൊമ്പൻ മരതിയൂർക്കുളങ്ങര മഹാദേവനാണ് ഇടഞ്ഞത്. കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ 10ഓളം പേർക്ക് പരിക്ക്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന മയിൽ വാഹന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം KSRTC ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ. ചാലക്കുടി കൂടപ്പുഴയിൽ 6 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ 50ഓളം തെരുവ് നായ്ക്കളെ പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. വലിയകഴ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ നികുതി അടയ്ക്കാത്ത 10 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ പിടികൂടി. 13 ലക്ഷം രൂപ നികുതി ഇനത്തിലും പിഴ ഇനത്തിലും ഈടാക്കി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ മേത്തലയിൽ പരക്കെ നാശം. 20ഓളം വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വിശ്വപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം ആവേശമായി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചവക്കാട് പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. പാപ്പാനടക്കം 2 പേർക്ക് പരിക്കേറ്റു. മുതുവട്ടൂർ പോക്കാക്കില്ലത്ത് നിസാം, 2ാം പാപ്പാൻ കാരമുക്ക് മാമ്പുള്ളി വീട്ടിൽ ബിജു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരതിയൂർ കുളങ്ങര മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നിസാമിനെ തുമ്പിക്കൈ കൊണ്ട് പൊക്കിയെടുത്ത് തൊട്ടടുത്ത അയനിപ്പുള്ളി ജനാർദ്ദനന്റെ വീട്ടുവളപ്പിലെത്തി നിസാമിനെ നിലത്തിട്ട് കുത്താൻ ശ്രമിച്ചു. ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് ആന ഇയാളെ വിട്ടുപോയി. ഇതിനിടയിലാണ് പാപ്പാന് പരിക്ക് പറ്റിയത്. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയ്ക്കും കാറിനും കേടുപാടുകൾ പറ്റി. ആനപ്പുറത്തുണ്ടായിരുന്നവർ ചാടി രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിന്ന് എലിഫന്റ് സ്ക്വാഡ് എത്തിയാണ് ആനയെ തളച്ചത്. കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപം സ്വകാര്യ ബസ് മറിഞ്ഞ് 10ഓളം പേർക്ക് പരിക്ക്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന മയിൽ വാഹന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരുന്നതിനിടെ കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപം KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് സമീപത്തെ പാടത്തേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടിയിൽ ചത്ത 2ാമത്തെ നായ്ക്കും പേവിഷബാധ സ്ഥിരീകരിച്ചു. കൂടപ്പുഴ ലൂസിയ നാൽക്കവലിയിൽ അടിച്ചുകൊന്ന തെരുവ് നായ്ക്കാണ് വിഷബാധ സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച വെട്ടുകടവ് കൂടപ്പുഴ പ്രദേശത്ത് 6 ആളുകളെയും ഏതാനും നായ്ക്കളെയും ഈ നായ കടിച്ചിരുന്നു. ഒരാഴ്ച മുൻപ് ചാലക്കുടി മാർക്കറ്റിൽ 2 ആളുകളെയും നിരവധി മറ്റ് നായകളെയും കടിച്ച തെരുവ് നായ്ക്കും വിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ചാലക്കുടി നഗരവും പ്രാന്തപ്രദേശങ്ങളും ആശങ്കയിലായി. വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ നിരീക്ഷിക്കണമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പ്രതിരോധ നടപടികളുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ 50ഓളം തെരുവ് നായ്ക്കളെ ഇതിനകം പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അറിയിച്ചു. പാലേക്കര ടോൾ ബൂത്തിന് സമീപം തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് ടീം നടത്തിയ വാഹന പരിശോധനയിൽ കേരള സംസ്ഥാന നികുതി അടയ്ക്കാത്ത 10 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്നായി 13 ലക്ഷം രൂപ നികുതി ഇനത്തിലും പിഴ ഇനത്തിലും ഈടാക്കി. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ പരിശോധന ബുധനാഴ്ച പുലർച്ചെ 3 മണിവരെ നീണ്ടുനിന്നു. അമിതമായി കളർ ലൈറ്റുകൾ ഘടിപ്പിച്ചു വന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളും പിടികൂടി. പോലീസ് വാഹനമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചുവപ്പും നീലയും നിറത്തിൽ മിന്നിത്തിളങ്ങുന്ന ലൈറ്റ് ഘടിപ്പിച്ച മാരുതി കാറിനും പിഴയിട്ടു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PV ബിജു, KB ഷിജോ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ K സന്തോഷ് കുമാർ, P ഷിജു, CV ടിനീഷ് മോൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ മേത്തലയിൽ ശ്രീനഗറിൽ ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. ഇടിമിന്നലിൽ 20ഓളം വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വാലത്ത് ശശി, മൂലംകണ്ണി നൌഷാദ്, മാണിക്കത്ത് ഹേമന്ത്കുമാർ, ഓലക്കോട്ട് ഐഷാബി, പഴുക്കുന്നത്ത് സുനിൽ, കായിപ്പറമ്പിൽ രാജൻ തുടങ്ങിയവരുടെ വീടുകളിലെ ഗൃഹോപകരണങ്ങളാണ് കത്തിനശിച്ചത്. കുടുംബക്ഷേമ സമിതി ഓഫീസിലെ ഇൻവെർട്ടറും കത്തിനശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് മുൻ കൗൺസിലർ MK സഹീർ ആവശ്യപ്പെട്ടു. വൈകിട്ടുണ്ടായ ശക്തമായ ഇടിവെട്ടും ഇടിമിന്നലോടുകൂടി കുറേ വീടുകൾക്ക്, ഏകദേശം ഒരു 10-20 വീടുകൾക്ക് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പുറകിൽ നിൽക്കുന്ന ശശിയേട്ടൻ, ഗീത ചേച്ചിയുടെയൊക്കെ വീട്ടിൽ വലിയ സാമ്പത്തിക നഷ്ടം. അവരുടെ TV, ഇൻവെർട്ടർ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും എൻ്റെ തറവാട്ട് വീട്ടിൽ പോലും നഷ്ടം. അതുപോലെ അഷ്ടപതി ക്ലബ്ബിൽ, കുടുംബക്ഷേമ സമിതിയിൽ, തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ ഏകദേശം ഒരു
10-20 വീടുകളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇടിമിന്നലും ശക്തമായതിൻ്റെ പേരിൽ. അതുപോലെ തന്നെ ഇന്നലെ വേറൊരു ദുരിതവും കൂടി 33-ാം വാർഡ് ഏറ്റുവാങ്ങേണ്ടി വന്നു. 2-3 കുടുംബങ്ങളിലെ 2 സഹോദരിമാരെയും ഒരു സഹോദരനെയും പേപ്പട്ടി ആക്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ദുരന്തങ്ങൾ ഇങ്ങനെ പെയ്തിറങ്ങിയാണ് 33-ാം വാർഡിലേക്ക്. അപ്പോൾ എന്തായാലും ഉന്നതാധികാരികളുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി ലൈനിൽ തീപിടുത്തം. ശൃംഗപുരത്ത് KSEBിയുടെ ABC കേബിളിന്റെ ജംഗ്ഷൻ ബോക്സിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും KSEB ജീവനക്കാരും ചേർന്ന് തീയണച്ചു. വിശ്വപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ആവേശം വാനോളം ഉയർത്തിയാണ് പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം നടന്നത്. കാത്തിരുന്ന പൂരം കൊടിയേറി. പ്രധാന പൂരപ്പങ്കാളി ക്ഷേത്രങ്ങളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം പൂരം കൊടിയേറിയത്. തീർത്തും ഭക്തിനിർഭരമായ ചടങ്ങിൽ അത്യന്തം പൂരാവേശത്തിലായിരുന്നു തട്ടകക്കാരും ദേവസ്വം ഭാരവാഹികളുമെല്ലാം ചേർന്ന് പൂരം കൊടിയേറ്റിയത്. തട്ടകമുണർത്തി തിരുവമ്പാടി രമേശ് മാരാരുടെ നേതൃത്വത്തിൽ നടന്ന മേളം കൊടിയേറ്റത്തിന് വിളംബരമായി. ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി കൊടിമരത്തറയിൽ വിളക്ക് തെളിയിച്ചതോടെ കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് പാരമ്പര്യാവകാശികളായ താഴ്ത്തുപുഴയ്ക്കൽ സുന്ദരനും മകൻ സുഷിത്തും ചേർന്ന് ഭൂമി പൂജ നടത്തി. പിന്നീട് പൂജിച്ച ബഹുവർണ്ണ കൊടിക്കൂറ ദേവസ്വം ഭാരവാഹികൾക്ക് കൈമാറി. ഇത് ആലുമാവിലകളാൽ അണിയിച്ചൊരുക്കിയ കൗങ്ങിൻ കൊടിമരത്തിൽ കെട്ടിയ ശേഷമാണ് തട്ടകക്കാരും ക്ഷേത്രം ഭാരവാഹികളും പൂരപ്രേമികളും ആർപ്പു വിളിച്ച് ആഘോഷപൂർവ്വം കൊടിയേറ്റം നടത്തിയത്. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, MLA പി ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ടി.എ. സുന്ദർമേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രശാന്ത് മേനോൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാൻ സഹായിച്ച ആനചികിത്സകൻ ഡോക്ടർ ഗിരിദാസ്, അഡ്വക്കേറ്റ് അഭിലാഷ് എന്നിവരെ ദേവസ്വം ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിന് പിന്നാലെ പൂരം വരവറിയിച്ച് സ്വരാജ് റൗണ്ടിലെ നായ്ക്കനാലിലും നടുവിലാലിലുമുള്ള ആൽമരങ്ങളിലും തിരുവമ്പാടിയുടെ ബഹുവർണ്ണ കൊടികൾ ഉയർന്നു. പ്രധാന പൂരം പങ്കാളി ക്ഷേത്രങ്ങളിൽ രണ്ടാമത് കൊടിയേറിയത് പാറമേക്കാവ് ക്ഷേത്രത്തിലായിരുന്നു. ആലിലെയും മാവിലെയും ദർഭപ്പുല്ലും ചേർത്ത് അലങ്കരിച്ച കൊടിമരത്തിൽ കൊടിക്കൂറ കെട്ടിയായിരുന്നു ഏറെ ആവേശത്തോടെ തട്ടകക്കാർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചത്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12:05 വലിയ പാണിയുടെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിയ പാറമേക്കാവ് ഭഗവതിയെ സാക്ഷി നിർത്തി തട്ടകക്കാർ ചേർന്നാണ് കൊടിയുയർത്തിയത്. ആലിലെയും മാവിലെയും ദർഭപ്പുല്ലും ചേർത്തലങ്കരിച്ച കൗങ്ങിൽ സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടി ആർപ്പുവിളികളോടെയും ആരവങ്ങളോടെയുമായിരുന്നു കൊടിയേറ്റം. തുടർന്ന് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള പൂരപതാകകൾ ഉയർത്തി. കൊടിയേറ്റത്തിന് ശേഷം 5 ആനകളുടെ അകമ്പടിയോടെ ഗജവീരൻ പാറമേക്കാവ് കാശിനാഥന്റെ ശിരസിലേറി ഭഗവതി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. എഴുന്നള്ളിപ്പ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി കൊട്ടിക്കലാശിച്ചതോടെ ആചാരവെടിക്കെട്ടും നടന്നു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാൽ, സെക്രട്ടറി G. രാജേഷ്, വൈസ് പ്രസിഡന്റ് E. വേണുഗോപാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി PV. നന്ദകുമാർ തുടങ്ങിയവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി. ഇനി വർണ്ണനാഥ താള വിസ്മയങ്ങളുടെ ദിനങ്ങൾ. അതിനായുള്ള കാത്തിരിപ്പിലാണ് പൂരനഗരി. ആനയും മേളവും പൂരവുമെല്ലാമായി ഇനി 7 നാൾ ശക്തന്റെ തട്ടകം പൂരലഹരിയിലമരും. മെയ് 6, 7 തീയതികളിലാണ് പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം. റിപ്പോർട്ടർ അഭിജിത്ത് തലച്ചിറയ്ക്കൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, ടീം TCV. അക്ഷയ തൃതീയ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഗുരുവായൂരപ്പന്റെ ചിത്രമാലേഖനം ചെയ്ത 26,19,300 രൂപയുടെ സ്വർണ്ണ ലോക്കറ്റുകളുടെ വിൽപ്പന നടന്നു. നിർമ്മാല്യ ദർശനം മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. നട തുറന്നതു മുതൽ ഭക്തരെ കൊടിമരം വഴി
നേരിട്ട് പ്രവേശിപ്പിച്ചാണ് തിരക്ക് നിയന്ത്രിച്ചത്. 153 വിവാഹങ്ങളും 433 ചോറൂണ് വഴിപാടും ക്ഷേത്രസന്നിധിയിൽ നടന്നു. വിവാഹങ്ങളും ദർശനവും സുഗമമാക്കുന്നതിന് ദേവസ്വം മുന്നൊരുക്കങ്ങൾ നടത്തിയത് ഭക്തർക്ക് ഉപകാരപ്രദമായി. സ്വർണ്ണലോക്കറ്റ് വിൽപ്പന നടത്തിയതിനു പുറമെ 63.98 ലക്ഷത്തിന്റെ വഴിപാടും നടന്നു. 19.3 ലക്ഷത്തിന്റെ തുലാഭാരമുണ്ടായിരുന്നു. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിന് 17.06 ലക്ഷത്തിന്റെ നെയ്വിളക്ക് ഭക്തർ ഷീട്ടാക്കി. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശികളായ കഴകക്കാരുടെ വകയായി വിശേഷാൽ നിറമാല, ശ്രീലകത്ത് നെയ്വിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു. മേളത്തോടെ കാഴ്ചശിവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും നടന്നു. ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. എരുമപ്പെട്ടി പതിയാരം ആളൂർ പരേതരായ ആന്റണിയുടെയും റോസിയുടെയും മകനാണ്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പ്രമാദമായ നിരവധി കേസുകളിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിച്ചാണ് ശ്രദ്ധേയനായത്. തുടർന്ന് പല വിവാദ കേസുകളും ഏറ്റെടുക്കുകയായിരുന്നു. പതിയാരം പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചെത്തിയിരുന്നു. പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഷെയർ ട്രേഡിംഗിനായി പണം നൽകിയ ലാഭവിഹിതം ഇരട്ടി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 5.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാളെ കൂടി കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ കീഴാറ്റൂർ മുടവന്തോടി വീട്ടിൽ മുഹമ്മദ് സക്രിയയാണ് അറസ്റ്റിലായത്. കൊടകര കനകമല സ്വദേശിയിൽ നിന്ന് പല തവണയായി തട്ടിപ്പ് സംഘം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 5,43,329 രൂപ ട്രാൻസ്ഫർ ചെയ്യിക്കുകയും പിന്നീട് വാങ്ങിയ പണമോ ലാഭവിഹിതമോ നൽകാതെ കബളിപ്പിക്കുകയും ചെയ്തതായുള്ള പരാതിയിലാണ് അറസ്റ്റ്. സക്രിയ ഉൾപ്പെടെ 3 പേരാണ് തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇവരിൽ വയനാട് സ്വദേശികളായ മുഹമ്മദ് ഷാഫി, ഡെന്നി എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിദേശത്തായിരുന്ന സക്രിയ നാട്ടിലെത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കോഴിക്കോട് നിന്നാണ് പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. കൊടകര SHO PK ദാസ്, SI EA സുരേഷ്, ASI സജു പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളിയിൽ ഫ്ലക്സ് കട്ടർ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃത്തല്ലൂർ സ്വദേശി മേത്തശ്ശേരി വീട്ടിൽ സലീഷിനെയാണ് വാടാനപ്പള്ളി പോലീസ് പിടികൂടിയത്. തളിക്കുളം എടശ്ശേരി സ്വദേശി കാട്ടിരംകുന്ന് വീട്ടിൽ ബാബുവിനെയാണ് പ്രതി കുത്തി പരിക്കേൽപ്പിച്ചത്. ബാബുവിന്റെ പേരക്കുട്ടിയുമായി പ്രതി തർക്കത്തിൽ ഏർപ്പെട്ടത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പരിക്കേറ്റ ബാബു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർമാരായ MS ശ്രീലക്ഷ്മി, തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മാപ്രാണം നെടുമ്പാൾ കോന്തിപുലം ബീവറേജിലെ മദ്യക്കള്ളൻ പിടിയിലായി. രാപ്പാൾ പള്ളം സ്വദേശി പുതുപ്പള്ളി വീട്ടിൽ പ്രവീണാണ് പിടിയിലായത്. കോന്തിപുലം പാലത്തിന് നടുവിലുള്ള ബീവറേജിൽ ഏതാനും ദിവസങ്ങളായി സ്റ്റോക്കിൽ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പ്രീമിയം ഷോപ്പിൽ നിന്നും ഒരാൾ മദ്യം മോഷ്ടിച്ചു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പിങ്ക് വോഡ്ക, മാജിക് മൂവ്മെന്റ് തുടങ്ങിയ ബ്രാൻഡിലുള്ള മദ്യമാണ് 2 കുപ്പികൾ വീതം കടത്തിക്കൊണ്ടുപോയിരുന്നത്. ചൊവ്വാഴ്ച രാത്രിയോടെ വീണ്ടും മോഷണത്തിനായി ഷോപ്പിലെത്തിയ യുവാവിനെ ജീവനക്കാർ പിടികൂടി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ 15,500 രൂപയുടെ മദ്യമാണ് ഇയാൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചത്. പുതുക്കാട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ ബീവറേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ദിവസം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് നോക്കിയപ്പോൾ ജുനോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മദ്യത്തിൻ്റെ ഫുൾ ബോട്ടിൽ 2-5 ബോട്ടിൽ കുറവുണ്ട്. അപ്പോൾ കുറവുണ്ടെന്നപ്പോൾ കണ്ടപ്പോൾ നമ്മൾ CCTV പരിശോധിക്കേണ്ടായത്. CCTV പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി, ഇപ്പോൾ നമ്മൾ കണ്ടുപരിചയമുള്ളൊരു വ്യക്തിയാണ്, ഇവിടെ അടുത്ത് തന്നെ പള്ളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങേര് വന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ സമയങ്ങൾ ഇടവിട്ട് ഇങ്ങനെ ബോട്ടിലുകൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യം കണ്ടു. അപ്പോൾ ഞങ്ങളത് കൂടുതൽ ആക്ഷനൊന്നും എടുക്കാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ അപ്പോൾ പോയില്ല. അയാൾ വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നു. പുള്ളി വന്ന് ഒരു ബോട്ടിൽ എടുത്ത് അരയിൽ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് പുതുക്കാട് പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന് തൊണ്ടിയടക്കം അവരെ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് കൂടുതൽ പരിശോധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
കൊടുങ്ങല്ലൂരിൽ സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്നും സൈക്കിളുകൾ മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. ആനാപ്പുഴ അഞ്ചങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്നും 20,000 രൂപയോളം വില വരുന്ന 5 സൈക്കിളുകൾ മോഷ്ടിച്ച ആനാപ്പുഴ സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ അക്ഷയ് കുമാറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച സൈക്കിളുകൾ ചാപ്പാറ, ചേരമാൻപള്ളി, കസ്തൂരിയോളവ്, ആനാപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെടുത്തു. മേത്തല എൽത്തുരുത്ത് സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ ശശിയുടെ വർക്ക്ഷോപ്പിൽ നിന്നാണ് സൈക്കിളുകൾ മോഷ്ടിച്ചത്. സബ് ഇൻസ്പെക്ടർമാരായ സജിൽ, തോമസ് CPOമാരായ ഷിജിൻ നാഥ്, സുജിത് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ശമ്പള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും അനുവദിക്കാത്തതിൽ പ്രതിഷേധവുമായി കലാമണ്ഡലം റിട്ടയർഡ് അധ്യാപകർ. കലാമണ്ഡലം വൈസ് ചാൻസലറെ കാണാൻ അധ്യാപകരെത്തി. മെയ് 15-ാം തീയതിക്കുള്ളിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കലാമണ്ഡലം ഭരണാധികാരികളെ തടയുമെന്ന് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. ശമ്പള ആനുകൂല്യങ്ങളും 2007 ജൂൺ മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും അനുവദിക്കാമെന്ന ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം. ഉറപ്പ് നൽകി 1 മാസം കഴിഞ്ഞിട്ടും കലാമണ്ഡലത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും കൈക്കൊള്ളാത്തതിനെ തുടർന്ന് റിട്ടയർഡ് അധ്യാപകർ ഇന്ന് രാവിലെ 11:30-ന് പ്രതിഷേധവുമായി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണനെ കാണുകയും അടിയന്തരമായി നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 15 ദിവസത്തിനുള്ളിൽ നടപടികൾ കൈക്കൊള്ളുമെന്ന് വൈസ് ചാൻസലർ ഉറപ്പ് നൽകി. 15-നുള്ളിൽ ആവശ്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കലാമണ്ഡലത്തിലേക്ക് വരുന്ന ഭരണാധികാരികളെ തടയുമെന്ന് സമരസമിതി പ്രസിഡന്റ് കലാമണ്ഡലം M. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി കലാമണ്ഡലം S. ഗോപകുമാർ എന്നിവർ പറഞ്ഞു. ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടാറുള്ളത് കിട്ടുന്നതിന് വേണ്ടി അതിൻ്റെ സത്വര നടപടി സർക്കാർ തരാൻ തയ്യാറായിട്ടും ഇവിടുത്തെ അലംഭാവം കൊണ്ട് കിട്ടാത്തൊരവസ്ഥ വന്നതുകൊണ്ട് തന്നെ അത് DC കണ്ട് നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അത് 15 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കി അയച്ചോളാം എന്ന് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിരിയാറുണ്ടായിരുന്നു. TCV ന്യൂസ്, ചെറുതുരുത്തി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ 149-ാം മാധ്യസ്ഥ തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറും. രാവിലെ 5:30-നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിക്കും. മെയ് 9, 10, 11 തീയതികളിലാണ് തിരുനാൾ. മെയ് 9-ന് രാത്രി 7 മണിക്ക് ദേവാലയ ദീപാലങ്കാര സ്വിച്ച് ഓൺ പാവറട്ടി ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് നിർവഹിക്കും. മെയ് 10-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന നൈവേദ്യ പൂജയ്ക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജെയ്സൺ കുനംപ്ലാക്കിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണം ആരംഭിക്കും. 1.5 ലക്ഷത്തോളം പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കുന്നത്. 10-ന് വൈകിട്ട് 5:30-ന് നടക്കുന്ന സമൂഹ ദിവ്യബലിക്ക് മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കും. രാത്രി വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിക്കും. 11-ന് പുലർച്ചെ 4:30 മുതൽ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജോൺ O. പുലിക്കോട്ടിൽ, പബ്ലിസിറ്റി കമ്മിറ്റി ജോയിന്റ് കൺവീനർ NJ ലിയോ, പബ്ലിസിറ്റി കമ്മിറ്റി ട്രഷറർ KA ജോൺസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജോലിക്കിടെ തൊഴിലുറപ്പ് തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി മറ്റം ആളൂർ വട്ടംപറമ്പിൽ പരേതനായ ചന്ദ്രന്റെ ഭാര്യ ഗീതയാണ് മരിച്ചത്. കണ്ടേരി ചുരക്കാവ് ക്ഷേത്രം റോഡിൽ തോട് വൃത്തിയാക്കുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ചൂണ്ടലിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുള്ള് മനക്കുടി റോഡിലെ കലുങ്ക് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ആക്ഷേപം. റോഡിനെ ആശ്രയിക്കുന്ന നിരവധി യാത്രക്കാർ ദുരിതത്തിൽ. കലുങ്ക് നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴത്തെ രീതിയിൽ തുടരുകയാണെങ്കിൽ മഴക്കാലത്തിന് മുൻപേ പൂർത്തിയാകില്ലെന്നാണ് ആശങ്ക. ഈ റോഡിൽ സർവീസ് നടത്തിയിരുന്ന ഒരേയൊരു സ്വകാര്യ ബസ് കലുങ്ക് പൊളിച്ചതിനെ തുടർന്ന് സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ചെറുവാഹനങ്ങൾക്ക് പകരം മാർഗമായി സമീപത്തെ റോഡിന്റെ പുതിയതായി വീതി കൂട്ടിയ ബണ്ടിലൂടെയാണ് പോകുന്നത്. ഇത് അപകടത്തിനിടയാക്കുമെന്ന് ആശങ്കയുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ ചെയർപേഴ്സൺ സെക്ഷൻ അധികൃതർ കലുങ്ക് നിർമ്മാണ കാര്യത്തിൽ അലംഭാവം കാണിക്കുകയാണെന്നാണ് ആരോപണം. ഉന്നത അധികൃതർ ഇടപെട്ട് കലുങ്ക് നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി ഊട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ചക്രം ഊരിത്തെറിച്ചു. ഷൊർണൂർ ഭാഗത്തു നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിന്റെ മുൻചക്രമാണ് ഊരിത്തെറിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു.
കുന്നംകുളം ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ഭദ്രകാളി പ്രതിഷ്ഠയും നടന്നു. ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ കലശ ചടങ്ങുകളുടെ ഭാഗമായി വിശേഷാൽ പൂജകളും ചടങ്ങുകളും ഉണ്ടായിരുന്നു. വടക്കൻ തേവർ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, കലശപൂജകൾ, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നിവയും, തേവർ ക്ഷേത്രത്തിൽ നവക കലശപൂജ, നവകാഭിഷേകം, ഉച്ചപൂജ എന്നിവയും നടന്നു. പഞ്ചവാദ്യത്തോടുകൂടി നിറമാല, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് വി.പി. കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി കെ.എ. അജീഷ്, ട്രഷറർ കെ.കെ. ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ധന്യ, ജോയിന്റ് സെക്രട്ടറിമാരായ സുരേഷ്, പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലീരി നയിക്കുന്ന സാഹോദര്യ പദയാത്രയ്ക്ക് ശനിയാഴ്ച മാളയിൽ സ്വീകരണം നൽകും. സ്വീകരണത്തിന്റെ ഭാഗമായുള്ള പൊതുയോഗത്തിൽ പ്രാദേശിക വിഷയങ്ങളും ഉന്നയിക്കുമെന്ന് സിദ്ദിഖ് പട്ടേപ്പാടം, സയ്യിദ് മുഹമ്മദ് അലി, ഇ.കെ. അബ്ദുൽ ഖാദർ, ഷഹന യഹീൻ എന്നിവർ അറിയിച്ചു. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ശിവേലിക്ക് ജിതിൻ കല്ലാറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. ക്ഷേത്ര ചടങ്ങുകൾക്ക് പഴങ്ങാപ്പറമ്പ് നന്ദൻ തിരുമേനി മുഖ്യ കാർമ്മികനായി. പ്രസാദകൂട്ടുമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ വന്നിരുന്ന ദശാവതാരം, ചന്ദനച്ചാർത്തിൽ അവതാര രൂപങ്ങൾ, ചന്ദനത്തിൽ അണിയിച്ചൊരുക്കിയ പെരികമന ഇല്ലത്ത് മണി നമ്പൂതിരിയെ ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പ്രസിഡന്റ് മോഹനൻ പൂവശ്ശേരി, സെക്രട്ടറി മധുസൂദനൻ കണ്ടേങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഭീകരവാദത്തിനെതിരെ മാനവികത ഉയർത്തിപ്പിടിച്ച് CPM മണലൂർ ഏരിയ കമ്മിറ്റി പാവറട്ടിയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, മുരളി പെരുന്നെല്ലി MLA, CITU മണലൂർ ഏരിയ സെക്രട്ടറി BG സുബ്രഹ്മണ്യൻ, KK ശശിധരൻ, VN സുർജിത്ത്, AK ഹുസൈൻ, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന എന്നിവർ സംസാരിച്ചു. ശ്രീ പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉദയാസ്തമന പൂജ നടന്നു. ഗുരുവായൂർ ഗോപന്മാരാരുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടുകൂടി ഗജവീരന്മാരുടെ അകമ്പടിയോടെ തിടമ്പെഴുന്നള്ളിപ്പുണ്ടായി. വിവിധ ദേശ കമ്മിറ്റികളുടെ വരവ് പൂരങ്ങൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ മോഹൻദാസ് ചേലനാട്ട്, MB സുധീർ, B പ്രേംകുമാർ, CK ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഉത്സവത്തിന് നേതൃത്വം നൽകി. തിരൂർ സെന്റ് തോമസ് പള്ളിയിലെ പുതിയ വൈദിക മന്ദിരത്തിന്റെ ആശീർവാദം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ, സഹവികാരി ആൻസൺ ജോൺ എരണക്കുഴിയിൽ, കൈക്കാരന്മാരായ ആന്റണി പടുതല, വില്യംസ് ചിറ്റാട്ടുകര, ലിയോ പോൾ പൂപ്പാടി എന്നിവർ നേതൃത്വം നൽകി. എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിലെ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാൾ വ്യാഴാഴ്ച ആഘോഷിക്കും. വ്യാഴാഴ്ച രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ നിർമ്മൽ അക്കരപ്പറ്റിയേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഊട്ടുസദ്യയും ഉണ്ടാകും. തിരുനാളിന് മുന്നോടിയായി ബുധനാഴ്ച വൈകിട്ട് നടന്ന വിശുദ്ധ ഔസേപിതാവിന്റെ തിരുസ്വരൂപം എഴുന്നള്ളിക്കലിന് വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോർ പദ്ധതി 1111 ദിവസം പിന്നിട്ടതിന്റെ ആഘോഷം മെയ് 4 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയാകും. ഏറ്റവും കൂടുതൽ ദിവസം പൊതിച്ചോർ സ്പോൺസർ ചെയ്ത ക്ലബ് അംഗം ജോസഫ് ബാബുവിനെയും വിതരണത്തിന് നേതൃത്വം നൽകുന്നവരെയും പൊതിച്ചോർ തയ്യാറാക്കുന്ന കുടുംബശ്രീ അംഗങ്ങളെയും ആദരിക്കും. ഭാരവാഹികളായ R ജയകുമാർ, MA ആസിഫ്, P മുരളീധരൻ, PM ഷംസുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ ബലരാമ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ദേവസഹോദര സംഗമം ഭക്തിസാന്ദ്രമായി. ജ്യേഷ്ഠ സഹോദരൻ ബലരാമന്റെ പിറന്നാളിന് പൂത്താലത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് കണ്ണനും ഗോപികമാരും നെന്മിനി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയത്. കഴിഞ്ഞ 10 ദിവസമായി നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ആഘോഷ പരിപാടികൾക്ക് ബലരാമ ജയന്തിയായ അക്ഷയ തൃതീയതയോടെ
സമാപനമായി. ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സപ്തശുദ്ധി, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, നാരായണീയ പാരായണം എന്നിവ നടന്നു. രാവിലെയും ഉച്ചതിരിഞ്ഞും എഴുന്നള്ളിപ്പും പിറന്നാൾ സദ്യയും ഉണ്ടായിരുന്നു. ഗുരുവായൂർ വിമലന്റെ നേതൃത്വത്തിൽ ആൽത്തറമേളം അരങ്ങേറി. സന്ധ്യയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. എഴുന്നള്ളിപ്പ് ക്ഷേത്രാങ്കണത്തിലെത്തിയതോടെ ശ്രീകൃഷ്ണ വേഷധാരികളായ കുട്ടി ഓടിവന്ന് ബലരാമ വേഷധാരിയെ ആലിംഗനം ചെയ്തു. ഗോപികുമാരെത്തി പുഷ്പവൃഷ്ടിയോടെ ഇരുവരെയും ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിച്ചു. ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളായ പി പുരുഷോത്തമ പണിക്കർ, എ വി പ്രശാന്ത്, കെ ശ്രീകുമാർ, എസ് വി ഷാജി, കെ സേതുമാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണത്തല നരിയമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് തന്ത്രി ഷിജിൽ, മേൽശാന്തി അഭിലാഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് പ്രസാദവൂട്ടുമുണ്ടായിരുന്നു. കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ അവാർഡ് ജേതാവായ നരിയമ്പള്ളി സന്തോഷ് കുമാറിനെ തിരൂർ ക്ഷേത്രം സെക്രട്ടറി എൻ വി ഭാസ്കരൻ അനുമോദിച്ചു. പ്രസിഡന്റ് എൻ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ NSS കരയോഗം പുതിയതായി നിർമ്മിക്കുന്ന കരയോഗ മന്ദിരത്തിന്റെ തറക്കല്ലിടൽ കരയോഗം പ്രസിഡന്റ് പി ബാലഗോപാലൻ നിർവഹിച്ചു. കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, കരയോഗം സെക്രട്ടറി പി ശിവശങ്കരൻ നായർ, ട്രഷറർ സി നന്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൂരമഹോത്സവവും ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 5 ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശിവേരി നടന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടികൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. പാണ്ടിമേളം, കുടമാറ്റം എന്നിവയോടെ നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. തുടർന്ന് കാളകളി, തെയ്യം തുടങ്ങിയ അനുഷ്ഠാന കലാരൂപങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമട നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി രതീഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KS ജനാർദ്ദനൻ, ചന്ദ്രൻ പുതിയടത്ത്, KK ഹരിദാസ്, SK ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവില്ലാമല ആലത്തൂർ പ്രധാനപാതയുടെ ടാറിംഗ് പണികൾ പുരോഗമിക്കുന്നു. പഴമ്പാലക്കോട് കൂട്ടുപാത മുതൽ തോട്ടിൻപള്ള വരെ ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. 4 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. KM കൺസ്ട്രക്ഷനാണ് പാതയുടെ നിർമ്മാണം ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തിയാക്കിയത്. ചെറിയ കല്ലുപാലങ്ങൾ പൊളിച്ച് വീതി കൂട്ടിയും അഴുക്കുചാൽ നിർമ്മിച്ചുമാണ് നവീകരണം. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തിരുവില്ലാമല യൂണിറ്റ് അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടന്ന യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KSA മജീദ് അധ്യക്ഷത വഹിച്ചു. P നാരായണൻകുട്ടി, C രാജൻ, PS ലോകനാഥൻ, TP രവികുമാർ, KC സഞ്ജു എന്നിവർ സംസാരിച്ചു. വാണിജ്യം. സ്വർണ്ണനഗരിയായ തൃശൂരിന് പൂരസമ്മാനമായി സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ മണ്ണാടിയാർ ലൈനിൽ മാർ ടവർ ബിൽഡിംഗിലെ സ്വർണ്ണമുഖി ഷോറൂം നടി പത്മഭൂഷൺ ശോഭന ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്മി, കാർത്യായനി എന്നിവർ തിരിതെളിയിച്ചു. മേയർ MK വർഗീസ്, കൗൺസിലർമാർ, സിനിമാ താരങ്ങളായ അനു സിത്താര, ടിനി ടോം, സാജു നവോദയ, സരയു, ഗിന്നസ് പക്രു, സോന നായർ, മിയ, അനുശ്രീ, ശിവജി ഗുരുവായൂർ, രഞ്ജിനി ഹരിദാസ്, റിട്ടയേർഡ് DGP പുലികേശി, ബാലശ്രീ സൂര്യനന്ദ ബ്രഹ്മാനന്ദ സരസ്വതി, ദുബായ് ETA കമ്പനി ചെയർമാൻ സലിം രാജ തുടങ്ങിയവർ സന്നിഹിതരായി. കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി ഈടാക്കില്ലെന്നും സ്വർണ്ണമുഖിക്ക് സ്വന്തമായി നിർമ്മാണശാല ഉടൻ ആരംഭിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ KP മനോജ് കുമാർ പറഞ്ഞു. ജോർജ് മംഗലത്ത്, ഡോക്ടർ ഷാഹിദ് എന്നിവർക്ക് ആദ്യ വിൽപ്പന നടത്തി. 5000 ചതുരശ്രടി വിസ്തീർണത്തിൽ തൃശൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഡയമണ്ട് ഷോറൂമായാണ് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത്.
ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ, പരമ്പരാഗത കേരളീയ ശൈലിയിലുള്ളതും പാശ്ചാത്യ ഡിസൈനുകളിലുള്ളതുമായ ആഭരണങ്ങൾ എന്നിവ ഒരു ഫ്ലോറിൽ ലഭ്യമാകും വിധമാണ് ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ ആശങ്കകളില്ലാതെ ഇവിടെ മാറ്റിയെടുക്കാം. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഇളവുകളും ലഭ്യമാണ്. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ സൂര്യഭാരതി ക്രിയേഷൻസിന്റെ ബാനറിൽ KP മനോജ് കുമാർ നിർമ്മിക്കുന്ന അടിനാശം വെള്ളപ്പൊക്കം എന്ന സിനിമയുടെ പേര് പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനവും ഹാപ്പി ദിൻ ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്റ്റ് ലോഞ്ചും സൂര്യഭാരതി ഫൗണ്ടേഷൻ ഓഫീസ് ഉദ്ഘാടനവും നടന്നു. ഇനി സ്വർണ്ണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,333 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ചവക്കാട് പുന്നയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. കൊമ്പൻ മരുതിയൂർ കുളങ്ങര മഹാദേവനാണ് ഇടഞ്ഞത്. കുന്നുകുളം മത്സ്യമാർക്കറ്റിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് പറഞ്ഞ 10ഓളം പേർക്ക് പരിക്ക്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന മയിൽ വാഹന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം KSRTC ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ. ചാലക്കുടി കൂടപ്പുഴയിൽ 6 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ 50ഓളം തെരുവുനായ്ക്കളെ പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. വലിയഗ്ര മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ നികുതി അടയ്ക്കാത്ത 10 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ പിടികൂടി. 13 ലക്ഷം രൂപ നികുതി ഇനത്തിലും പിഴ ഇനത്തിലും ഈടാക്കി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ മേത്തലയിൽ പരക്കെ നാശം. 20ഓളം വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വിശ്വപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. പ്രധാന പൂര പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം ആവേശമായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.